ക്കാൾ വലിയ മുന്നേറ്റമാണ്. ധർമ്മടം പോലുള്ള സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി 1ഉം 2ഉം 3ഉം റൗണ്ടിൽ പിന്നിൽ പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനവികാരം എത്രമാത്രം പിണറായി വിജയന് എതിരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വലിയ മുന്നേറ്റമാണ് ഇന്ന് കേരളത്തിൽ ഇന്ന് UDF ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 16-ൽ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ 16-ൽ 16 എന്ന് സൂചിപ്പിച്ചതാണ്. അത് വെറുതെ പറഞ്ഞല്ല, 16-ൽ 16ഉം നേടുമെന്ന് ആദ്യ റൗണ്ടുകൾ 2-3 റൗണ്ട് പിന്നിട്ടപ്പോൾ തന്നെ അതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 4 സീറ്റുകൾ നിലമ്പൂരും അതുപോലെ തന്നെ താന്നൂരും തവനൂരും പൊന്നാനിയും, ഈ 4 സീറ്റുകളിലും വലിയ മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞു. നിലമ്പൂർ നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിച്ചതാണെങ്കിലും ബാക്കി വരുന്ന 3 സീറ്റുകളിലും വലിയ മുന്നേറ്റമാണ് UDF നടത്തുന്നത്. 16-ൽ 16 എന്നത് യാഥാർത്ഥ്യമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ കേരളത്തിലും വലിയ മുന്നേറ്റമാണ് UDF ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷക്കാലത്തെ ഈ ഭരണം അവസാനിക്കുന്ന UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സുദിനമാണ്. ആ സുദിനം ഇന്ന് കേരളം മുഴുവൻ ആഘോഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ടീം UDFന്റെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു എന്ന് പ്രതിപക്ഷ നേതാവ് ആദ്യഘട്ടം മുതലേ പറയുന്നുണ്ട്. എല്ലാ ഘടകങ്ങളും ഒരുമിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. UDFനോടൊപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. UDFന്റെ വോട്ട് മാത്രമല്ല, പല കേന്ദ്രങ്ങളിലും LDF വോട്ട് UDFന് അനുകൂലമായി വരും എന്ന് ഞങ്ങൾ നേരത്തെ അടിവരയിട്ട് പറഞ്ഞതാണ്. ധർമ്മടം തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഉദാഹരണം. അവിടെ 1, 2, 3 റൗണ്ടുകളിലൊന്നും ഞങ്ങൾ UDF ലീഡ് ചെയ്യാറില്ല. അവിടെയൊക്കെ ലീഡ് ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ LDFകാർ പോളിംഗ് ബൂത്തിൽ പോയി UDFന് വോട്ട് ചെയ്തു എന്നതിൻ്റെ തെളിവായിട്ട് അതിനെ കാണേണ്ടി വരും. സ്ഥാനാർത്ഥി നിർണയം മുതൽ UDF സ്വീകരിച്ച രീതി അതൊക്കെ തന്നെ വിജയിച്ചു എന്ന് വിലയിരുത്താല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എല്ലാ ഘട്ടങ്ങളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം ഇപ്പോൾ ഞങ്ങളുടെ ഫൈനൽ എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ ഒറ്റക്കെട്ടായി കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗും UDFലെ കക്ഷികളൊക്കെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി ഒരുമിച്ച് മത്സരിച്ചു. അതിൻ്റെ ഗുണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായി, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റക്കെട്ടായി നിന്നു. ജനങ്ങൾ അതിനെ പിന്തുണച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആദ്യഘട്ട പല സൂചനകൾ. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ്. ഭരണവിരുദ്ധ വികാരം പ്ലസ് പിണറായി വിരുദ്ധ വികാരം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ധർമ്മടം പോലെയുള്ള പയ്യന്നൂർ പോലെയുള്ള സീറ്റുകൾ കിട്ടിക്കൊണ്ടിരുന്ന അവർക്ക് ലഭിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ CPMൻ്റെ വോട്ട് കുറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി CPM കാണേണ്ട ഒന്നാണ്. ജനങ്ങൾ UDF പ്രവർത്തകർ മാത്രമല്ല, CPM പ്രവർത്തകർ എത്രമാത്രം ഈ ഗവൺമെൻറ്റിന് എതിരായിരുന്നു എന്നതിൻ്റെ തെളിവാണ് കണ്ണൂർ ജില്ലകളിലെ വോട്ടിംഗ് പാറ്റേൺ ഇപ്പോൾ ആദ്യ റൗണ്ടുകളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്.